നമ്മളിപ്പോൾ കണ്ടത് അത്യധികം ദാരുണമായ ഒരു സംഭവമാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട് പാലപ്പെട്ടി മേഖലയിലെല്ലാം തന്നെ കടലാക്രമണം രൂക്ഷമായിരുന്നു. ഇവിടെ വെളിയങ്കോട് പാലപ്പെട്ടി കടപ്പുറം ജുമാ മസ്ജിദിലെ ഖബറുകൾ, കടലിനോട് ചേർന്നുള്ള ഖബർസ്ഥാനിലെ ഖബറുകൾ ഒലിച്ചുപോയ അത്യധികം ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. ഈ 100 വർഷത്തോളം പഴക്കമുള്ള ഒരു പള്ളിയിലെ 150 വർഷത്തോളം പഴക്കമുള്ള പള്ളിയിലെ ഖബർസ്ഥാന് ഈ കടലിനോട് അടുത്തായിരുന്നു. ഇവിടെയുള്ള ഖബറുകൾ ഒലിച്ചു പോയിരിക്കുന്ന അത്യധികം ദാരുണമായൊരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സമൂഹ മാധ്യമങ്ങളെല്ലാം പ്രചരിച്ചിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പള്ളിയുടെ സെക്രട്ടറി തന്നെ നമ്മോടൊപ്പം ഉണ്ട്. എന്തായിരുന്നു ഉണ്ടായത്? ഇന്നലെ ഉച്ചക്ക് തുടങ്ങിയതാണ് ഈ കടൽക്ഷോഭം. അതിൽ ഇന്നലെ ഉച്ചക്ക് ഒരു 1:30 മണി സമയത്ത് 4 കബർ പൊളിഞ്ഞ് വീണ്. ഇന്നലെ രാത്രി വൈകുന്നേരം 6 മണി സമയത്ത് 9 ആയിട്ട് മാറി. ഇന്നിപ്പോൾ രാവിലെ വന്ന് നോക്കുന്ന സമയത്ത് ഇന്നത്തെ രാത്രിത്തെ ഇത് കഴിഞ്ഞിട്ട് ഒരു 15-16 മണിക്ക് എത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പള്ളി സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതൊരു 150ൻ്റെ മേലെ പഴക്കമുള്ള സ്ഥലമാണിത്. പിന്നെ ആ കാലം മുതലുള്ള പൂർവികന്മാരായിട്ട് ഖബർസ്ഥാനം. ഇപ്പോൾ ഈ തെറിക്കാൻ വന്നിരുന്നത് അടുത്തടുത്ത് വന്ന ഒരു 25-20 വർഷത്തെ പഴക്കമുള്ള ഖബർസ്ഥാനുകളാണ് പൊളിഞ്ഞു പോയിട്ടുള്ളത്. 150 മീറ്റർ അകലാണ് കടലുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു 15 വർഷത്തോളമായിട്ടുണ്ടാവും. എല്ലാ വർഷവും തീർച്ചയായിട്ടും ഇത്തരമൊരു അതിദാരുണമായൊരു സംഭവം, അതായത് മരണപ്പെട്ട ശേഷം ഖബറടക്കിയ പ്രിയപ്പെട്ടവരുടെ ഖബറുകൾ കടലിലേക്ക് ഒലിച്ചു പോയ അത്യധികം ദാരുണമായൊരു സംഭവമാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടുകാർക്കും ചിലത് പറയാനുണ്ട്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത്തരമൊരു സംഭവം ഉണ്ടായപ്പോൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പക്ഷെ അവർ അതിന് നടപടികളൊന്നും സ്വീകരിച്ചില്ല. അന്ന് നടപടി സ്വീകരിക്കായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനത്തെ അവസ്ഥ വരില്ലായിരുന്നു. അതെ, കടൽ ഭിത്തിയാണ് മെയിൻ പ്രശ്നം. അന്ന് സൂചിപ്പിച്ചിട്ട് അവർ നടപടിയൊന്നും എടുത്തില്ല. അവർ വരും പോവും, അതിനെതിരെ നടപടിയൊന്നുമില്ല. വർഷങ്ങളോളായിട്ട് തന്നെയാണ് അവസ്ഥ. പള്ളി അപകടത്തിൽ തന്നെയാണ്. ഇതിപ്പോൾ ഈ ഭിത്തി പോയി കഴിഞ്ഞാൽ പിന്നെ പള്ളിയിലേക്കാണ് വരിക. പള്ളി കഴിഞ്ഞാൽ പിന്നെ വീടുകളൊക്കെ മൊത്തം പോകും. തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഇന്നലെയൊക്കെ പൊന്നാനി അതുപോലെ തന്നെ വെളിയങ്കോട് മേഖലകളിൽ തന്നെ അതിശക്തമായ കടലാക്രമണമാണ്. ഇപ്പോൾ കടലൊന്നും ഉൾവലിഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നലെ രാത്രിയും അതുപോലെ തന്നെ ഇന്ന് പെയ്ത മഴയിലും ഒക്കെ വീണ്ടും കടലാക്രമണം രൂക്ഷമാകുമെന്ന ഭയത്തോടെയാണ് ഈ പ്രദേശവാസികളുള്ളത്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സങ്കടം ഉളവാക്കുന്ന രംഗം കൂടി ഇപ്പോൾ നമുക്ക് പങ്കുവെക്കേണ്ടി വരുന്നത്. ക്യാമറമാൻ ഇർഷാദ് ഫാരിസിനോടൊപ്പം ഫാരിസ് പാവട്ടപ്പുറം, റിപ്പോർട്ടർ, മലപ്പുറം.